മെറ്റീരിയൽ ഇന്നോവേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ലൈക്ക് ഞാൻ പറഞ്ഞതുപോലെ നോർമൽ ടീഷർട്സിലാണ് തുടങ്ങിയത്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഒരു പുതിയ ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റിന്യൂവബിൾ എനർജി എംടെക്കില്, CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗില്. അപ്പൊ കോഫൗണ്ടർ ജിത്ത് പറയുന്നുണ്ട് ലൈക്ക് നമ്മൾ പണ്ട് വിചാരിച്ച പോലെ ഒരു സംഭവം ചിലപ്പോ ഇപ്പൊ ഇതിൽ നിന്ന് തുടങ്ങാൻ പറ്റിയാലോ, ഓക്കെ നീ പഠിക്കുന്നാന്ന് ചോദിച്ചു. അപ്പൊ ലൈക്ക് ഞാനും ഒരു ഡൗട്ട്ഫുൾ ആണ്, കാരണം കാരണം ബ്രാൻഡ് തുടങ്ങി ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ. ബ്രാൻഡ് സ്റ്റേബിള് പോയിട്ട് ഒന്നും ആയിട്ടില്ല, നമ്മള് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ എല്ലാരും ലൈക്ക് ഇനി ഞാൻ പഠിക്കാൻ കയറി എങ്ങനെയാണ്, പക്ഷെ ജിത്ത് പറഞ്ഞ് ധൈര്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഞാൻ ഒരു കോളേജ് മാത്രം, ഒരു ബ്രാഞ്ച് മാത്രം അപ്ലൈ ചെയ്തു, എനിക്ക് അവിടെ കിട്ടി. CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ റിന്യൂവബിൾ എനർജി കിട്ടി. ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ലാതെ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ വീണ്ടും ഞാൻ എംടെക് എടുത്തപ്പോൾ കൂടുതലുള്ള ഫ്രണ്ട്സ് ഉൾപ്പെടെ ചോദിച്ചു, നിനക്ക് വട്ടാണോ ഇതെടുക്കാൻ, പിന്നെയും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ കൂടെ അത് ഒന്ന് പച്ച പിടിക്കുന്നതിന് മുന്നേ ഇപ്പൊ അടുത്ത പഠിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ലൈക്ക് ഈ പ്രോജക്റ്റിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, കാരണം നമുക്ക് അറിയില്ല ഇത് എത്രത്തോളം ഇത് പേപ്പറിലുള്ളതാണ്, ജേണലിലുള്ളതാണ്, അതെങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് പ്രോട്ടോടൈപ്പ് ആയിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ള നമുക്കൊരു ഒരു കൺക്ലൂഷൻ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ബട്ട് ഐ ട്രൈഡ് ലൈക്ക് ഫസ്റ്റ് സെം തൊട്ട് എന്റെ മൈക്രോ പ്രോജക്ട് തൊട്ട് ഞാൻ എടുത്ത് എന്ന് പറയുമ്പോൾ അപ്സൈക്ലിംഗ് പെറ്റ് ബോട്ടിൽസ് ഇൻറ്റു സസ്റ്റൈനബിൾ ക്ലോത്തിങ് എന്നുള്ളതാണ്. നോർമലി ഈ NID നിഫ്റ്റ് പോലുള്ള അല്ലെങ്കിൽ ഡിസൈൻ കോളേജസിലാണ് ഇതുപോലുള്ള പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക, എടുക്കാൻ സമ്മതിക്കുക. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് ക്ലോത്ത് ഒക്കെ എടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരിടത്ത് സമ്മതിക്കുമെന്ന് പോലും അറിയില്ല. ബട്ട് മൈ ഫാക്കൽറ്റി സപ്പോർട്ടഡ് ദാറ്റ് മച്ച് എന്ന് പറയുമ്പോൾ പ്രൊഫസർ ശശി സാറ്, മാത്യു സാറ്, ബൈജു സാറ്, ഒരുപാട് പേരുണ്ട്. ഹോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരുപാട് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരുപാട് സാറുമാരുടെ ഒരു ഹെൽപ്പും കൂടെ കൊണ്ടിട്ടാണ് നമുക്കിത് പുൾ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ആദ്യം തൊട്ടേ സാറുമാർ ഹെൽപ്പ് ആയിരുന്നു. പിന്നെ പുതിയൊരു ബ്രാഞ്ചാണ് കേരളത്തിൽ സസ്റ്റൈനബിലിറ്റിയെ പറ്റി പറയുന്ന ഒരു പുതിയൊരു ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഇത് സസ്റ്റൈനബിൾ റെലവന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവസാനം എന്റെ തീസിസ് ലൈക്ക് എന്റെ ഫൈനൽ പ്രോജക്റ്റിനെ ബാമ്പുവും ബോട്ടിലും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഫാബ്രിക് നിർമ്മിച്ച് അതിൽ നിന്നൊരു ടീഷർട്ട് ഉണ്ടാക്കി. അത് നമ്മുടെ സ്വന്തം യൂണിറ്റിൽ തന്നെയാണ് ചെയ്തത്. തിരുപ്പൂരിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്, സ്റ്റിച്ചിങ് യൂണിറ്റ് വരുന്നത്. അതിൽ നിന്ന് ഉണ്ടാക്കി ആ ടീഷർട്ട് തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അത് കോളേജിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയി. അതിനുശേഷം ഇപ്പോൾ ഒരു 1 മന്തേ ആയിട്ടുള്ളത്. ലാസ്റ്റ് മന്ത് ആയിരുന്നു കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അവിടെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തത്. അതിനുശേഷമാണ് അത് ആർട്ടിക്കിളൊക്കെ വരുന്നതും പിന്നെ അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്.